ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യു ജി കേബിളിൻ്റെ കൺസ്ട്രക്ഷനും ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ 3 ഫേസ് യു ജി കേബിളിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 ഫേസ് യു ജി കേബിൾ നോർമലി നമുക്ക് സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്ന യു ജി കേബിൾ എന്ന് പറയുന്നത് സിംഗിൾ കോർ യു ജി കേബിൾ. അതിനകത്ത് ഒരു കോർ മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ കോർ യു ജി കേബിളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. സിംഗിൾ കോർ നോർമലി നമുക്ക് ആർമറിങ് എല്ലായ്പ്പോഴും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ഹീറ്റ് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമറിങ് അവിടെ ചെയ്യാത്തത്. പക്ഷേ നമ്മൾ 3 ഫേസ് കേബിളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 3 ഫേസ് പവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഫേസ് പവർ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കേബിൾസാണ് അവിടെ യൂസ് ചെയ്യുക. 3 ടൈപ്പ് കേബിളാണ് 3 ഫേസ് യു ജി കേബിൾ വരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബെൽറ്റഡ് കേബിൾ എന്ന് പറയും. ഒന്നാമത്തെ ടൈപ്പാണ് ബെൽറ്റഡ് കേബിൾ. രണ്ടാമത്തെ ടൈപ്പാണ് സ്ക്രീൻഡ് കേബിൾ. ബെൽറ്റഡ് കേബിൾ, സ്ക്രീൻഡ് കേബിൾ, മൂന്നാമത്തത് പ്രഷർ കേബിൾ. ഇങ്ങനെ 3 ടൈപ്പ് കേബിളാണ് യു ജി കേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെൽറ്റഡ് കേബിൾ, സ്ക്രീൻ കേബിൾ, പ്രഷർ കേബിൾ. ഇത് മൂന്നും വോൾട്ടേജ് ലെവലിനനുസരിച്ചാണ് ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് ബെൽറ്റഡ് കേബിൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അപ് ടു 11 kV. 11 kV വരെയുള്ള വോൾട്ടേജ്, 11 kV വരെയുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ബെൽറ്റഡ് കേബിൾ യൂസ് ചെയ്യുന്നത്. സ്ക്രീൻഡ് കേബിൾ യൂസ് ചെയ്യുന്നത് 22 kV മുതൽ 66 kV വരെയുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സ്ക്രീൻഡ് കേബിൾ യൂസ് ചെയ്യുന്നത്. 66 kVക്ക് മേലെ വരുന്ന സമയത്താണ് നമ്മൾ പ്രഷർ കേബിൾ യൂസ് ചെയ്യുക. ഇങ്ങനെ 3 ടൈപ്പ് കേബിളാണ് നമുക്ക് 3 ഫേസിലുള്ളത്. ഒന്ന് ബെൽറ്റഡ് കേബിൾ 11 kV വരെ, സ്ക്രീൻഡ് കേബിൾ എന്ന് പറയുന്നത് 22 kV മുതൽ 66 kV വരെ, പ്രഷർ കേബിൾ എന്ന് പറയുന്നത് 66 kVക്ക് മേലെയാണ് പ്രഷർ കേബിൾ എന്ന് പറയുന്നത്. റെഡി? ഇവിടെ നമ്മൾ ആദ്യം ബെൽറ്റഡ് കേബിളിനെ പറ്റി നോക്കാം. ഈ ബെൽറ്റഡ് കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൽറ്റഡ് കേബിൾ നമ്മൾ സാധാരണ നമുക്ക് ഇൻസുലേഷൻ ലെവൽ, ബെൽറ്റഡ് കേബിളിനകത്ത് ഓരോ കോറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ലെയറുകൾ ഉണ്ടാവും. ഈ ഇൻസുലേഷൻ ലെയറിന് പുറത്ത് ഒരു പേപ്പർ ബെൽറ്റ്, എക്സ്ട്രാ ഇൻസുലേഷനായിട്ട് ഒരു പേപ്പർ ബെൽറ്റ് കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ബെൽറ്റഡ് കേബിൾ എന്ന് പറയുന്നത്. ഇതിനെ ബെൽറ്റഡ് കേബിൾ എന്ന് പറയാൻ കാരണം നോർമലി ഇൻസുലേഷൻ ലെയറിൻ്റെ മേലേക്ക് നമ്മൾ ഒരു എക്സ്ട്രാ ബെൽറ്റഡ് പേപ്പറിൻ്റെ ഒരു എക്സ്ട്രാ ബെൽറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബെൽറ്റഡ് കേബിൾ എന്ന് പറയുന്നത്. നോർമലി 11 kV വരെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻ സപ്പോസ് എക്സ്ട്രാ ഓർഡിനറി കണ്ടീഷനിൽ നമുക്ക് അതിനെ 22 kV വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേലേക്ക് നമ്മൾ ബെൽറ്റഡ് കേബിൾ നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. ക്ലിയർ? ഇനി രണ്ടാമത്തെ ടൈപ്പ് കേബിളാണ് സ്ക്രീൻഡ് കേബിൾ. ഈ സ്ക്രീൻഡ് കേബിളിൽ തന്നെ 2 ടൈപ്പ് കേബിൾ ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് 2 ടൈപ്പ് കേബിൾ എന്ന് പറയുന്നത്. ഒന്ന് എച്ച് ടൈപ്പ് കേബിളും അതേപോലെ തന്നെ SL ടൈപ്പ് കേബിളും. എച്ച് ടൈപ്പ് കേബിൾ എന്ന് പറയുന്നത് ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ആക്ച്വലി ഈ കേബിൾ ഡിസൈൻ ചെയ്ത ആളുടെ പേരാണ് എച്ച് ടൈപ്പ് കേബിൾ എന്ന് പറയുന്നത്. ഹോർച്ച് സ്റ്റാർട്ടർ എച്ച് ടൈപ്പ് കേബിൾ എന്ന് പറയുന്ന പേര് വരുന്നത് അവിടുന്നാണ്. അത് അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന അതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോറും ഇത് സ്ക്രീൻഡ് കേബിളാണ്. ഓരോ കോറും മെറ്റാലിക് സ്ക്രീൻ വെച്ച് കഴിഞ്ഞിട്ട്, അതായത് ഓരോ കോറിനും നമുക്ക് അഡീഷണലായിട്ട് ഒരു മെറ്റാലിക് സ്ക്രീൻ ഉണ്ടാവും. ഇതിനകത്ത് ഓരോ കോറിലും ഓരോ അഡീഷണൽ മെറ്റാലിക് സ്ക്രീൻ ഉണ്ടാവും. അതായത് നോർമലി ഇത് ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ്. അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുള്ള എക്സ്ട്രാ മെറ്റാലിക് സ്ക്രീൻ ഉള്ളതുകൊണ്ടാണ് ഇതിനെ എച്ച് ടൈപ്പ് സ്ക്രീൻഡ് കേബിൾ എന്ന് പറയുന്നത്. റെഡി? ഇനി SL ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലെഡ് എന്നാണ് ഇതിൻ്റെ മീനിങ്. സെപ്പറേറ്റ് ലെഡ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പാൻഷനാണ് ശരിക്കും SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ലെഡ്. അപ്പോൾ സെപ്പറേറ്റ് ലെഡ് എന്ന് പറയുന്നത് ഓരോ ഇൻസുലേഷനും അതിന് നമ്മൾ ഒരു ലെഡ് ഷീത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്ന ഒരു ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോമൺ ആയിട്ട് 3 കോറിനും കൂടെ ഒരുമിച്ചേർന്ന് നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ കഴിഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഓരോ കോറിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെഡ് ഷീത്ത് വരികയാണെങ്കിൽ, ഒരു എക്സ്ട്രാ ലെഡ് ഷീത്തിൻ്റെ സ്ക്രീൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SL ടൈപ്പ് സ്ക്രീൻഡ് കേബിൾ എന്ന് പറയുന്നത്. മെറ്റാലിക് സ്ക്രീൻ വരുന്നത് എച്ച് ടൈപ്പ് കേബിളും എക്സ്ട്രാ ലെഡിൻ്റെ ഷീത്ത് വരുന്നത് നമ്മുടെ SL ടൈപ്പും വരും. ഇപ്പോൾ ഈ ലെഡ് ഷീത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ SL ടൈപ്പിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലെഡ് ഷീത്ത് വരുന്നത് കൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ലെഡ് ഷീത്ത് എന്തുണ്ടാവില്ല? ഈ SL ടൈപ്പ് കേബിളിന് ഉണ്ടാവില്ല. അതിന് പകരം ഓരോ കോറിനും സെപ്പറേറ്റ് എന്തുണ്ടാവും? ലെഡ് ഷീത്ത് ഉണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് ലെഡ് ഷീത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സെപ്പറേറ്റ് ലെഡ് ഷീത്ത് വെക്കുന്നതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കോർ ടു കോർ ബ്രേക്ക് ഡൗൺ, ഒരു കോർ 2-3 കോർ ഉണ്ടാവും ഇതിനകത്ത്, 3 കോറിൻ്റെ ഇടയിൽ കോർ ടു കോർ ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ലെഡ് ഷീത്ത് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ കേബിൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുറച്ച് സുഖമാണ്, കേബിൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഈ 2 ടൈപ്പ് കേബിളിനെ, ബെൽറ്റഡ് കേബിളിനെയും അല്ലെങ്കിൽ സ്ക്രീൻഡ് കേബിളിനെയും നമ്മൾ പറയുന്നത് സോളിഡ് ടൈപ്പ് കേബിൾ എന്നാണ്, അതായത് സോളിഡ് ഇൻസുലേഷൻ ടൈപ്പ് കേബിൾ എന്നാണ്. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. ഇതിനകത്ത് മെറ്റീരിയൽ ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പേപ്പർ ബെൽറ്റ് ആയിക്കോട്ടെ, ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ലെഡ് ഷീറ്റ് ആയിക്കോട്ടെ, മെറ്റാലിക് സ്ക്രീൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സോളിഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സോളിഡ് ഇൻസുലേറ്റഡ് കേബിൾസ് എന്ന് പറയുന്നത്. ഇനി ഈ സോളിഡ് ഇൻസുലേറ്റഡ് കേബിൾസിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കോർ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് ഇങ്ങനെ 3 കേബിൾ ഇങ്ങനെ വരുന്ന സമയത്ത് ക്രോസ് സെക്ഷൻ വെച്ചു, ഇതിൻ്റെ പുറത്തൊരു ബെൽറ്റ് വെച്ചു, ഇതിനിടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ നമ്മൾ ഫില്ലേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുമെങ്കിലും ഇതിനിടയിൽ വോയിഡുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിൽ ചെറിയ പോർ അല്ലെങ്കിൽ ചെറിയ വോയിഡ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് സോളിഡ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഫില്ലാവില്ല, ഫില്ലർ വെച്ചാലും അത് ഫില്ലാവില്ല. അപ്പോൾ ആ വോയിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് കുറച്ച് കുറവും, അതിന് ബ്രേക്ക് ഡൗൺ ഉള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്, സ്ട്രെങ്ത് കുറയും, അപ്പോൾ ബ്രേക്ക് ഡൗൺ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ 66 kV ആപ്ലിക്കേഷൻ മുകളിലേക്ക് നമ്മൾ സോളിഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് പകരം ലിക്വിഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്യാസസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും. അതാണ് നമ്മുടെ പ്രഷർ കേബിൾ. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഓയിൽ ഫിൽഡ് പ്രഷർ കേബിളും അതേപോലെ തന്നെ ഗ്യാസ് ഫിൽഡ് പ്രഷർ കേബിളും. ഇങ്ങനെ 2 ടൈപ്പിലാണ് ആ പ്രഷർ കേബിൾ വരുന്നത്, ഓയിൽ ഫിൽഡ് പ്രഷർ കേബിളും ഗ്യാസ് ഫിൽഡ് പ്രഷർ കേബിളും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡും ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാസുമാണ്. റെഡി? അപ്പോൾ ഇനി നമ്മൾ പ്രഷർ കേബിളിലേക്ക് പോവാം. പ്രഷർ കേബിൾ യൂസ് ചെയ്യാൻ കാരണം സോളിഡ് ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനകത്ത് വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യും. ആ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഫിൽഡ് കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ ഒരു പർട്ടിക്കുലർ പ്രഷറിലുള്ള അണ്ടർ പ്രഷർ കണ്ടീഷൻ, അതൊരു പർട്ടിക്കുലർ പ്രഷറിനകത്തുള്ള ഓയിലിനെ നമ്മൾ ഈ UG കേബിൾ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 500 മീറ്റർ അടുത്തായിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ റിസർവോയർ വെക്കും, ഒരു ഓയിൽ റിസർവോയർ വെച്ചിട്ട് ആ ഓയിൽ റിസർവോയറിൽ നിന്നാണ് നമ്മൾ ഈ ഓയിലിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡി? ഇനി ആ ഓയിൽ ഫിൽഡ് കേബിളുകൾ നമുക്ക് 3 ടൈപ്പിലാണ് ഓയിൽ ഫിൽഡ് കേബിൾ ഉള്ളത്. ഒന്ന് സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ, രണ്ടാമത്തത് സിംഗിൾ കോർ ഷീത്ത് ചാനൽ, മൂന്നാമത്തത് 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ. സിംഗിൾ കോർ ചാനൽ, സിംഗിൾ കോർ ഷീത്ത് ചാനൽ, 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ. ഇത് 3ഉം എന്തിൻ്റെ ബേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോർഷനിൽ കൂടെയാണ് നമ്മളുടെ ഓയിൽ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ടുള്ള ഈ ഓയിൽ ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഓയിൽ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ഈ മെറ്റീരിയലിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന് സിംഗിൾ കോർ ഷീത്ത്, 3 കോർ ഫില്ലർ സ്പേസ്. ഇനി അതായത് നമ്മളുടെ UG കേബിളിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനകത്ത് ഒരു ഓയിൽ ഡക്റ്റ് വെച്ചിട്ട് അതിന് പുറത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് വെക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ പോർഷനിൽ കൂടെയാണ് ഓയിൽ പോകുന്നതെങ്കിൽ ഒരൊറ്റ പാത്തിലൂടെ ഓയിൽ പോകുന്നു, അതിൻ്റെ പുറത്ത് നമ്മൾ കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ എന്ന് പറയുന്നത്. ഈ സിംഗിൾ കോർ കണ്ടക്ടർ ചാനലിൻ്റെ പ്രത്യേകത അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒറ്റ ഒരു പാത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിൽ വരുന്നത്. അപ്പോൾ വോയിഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. സ്വാഭാവികമായിട്ടും ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ വോയിഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഓയിൽ ഡക്റ്റ് ആണ്. അപ്പോൾ ഈ കേബിൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കേബിളിൻ്റെ ബെൻഡിങ്, കേബിളിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് സിംഗിൾ കോർ കണ്ടക്ടറിൻ്റെ പ്രശ്നം. അപ്പോൾ സിംഗിൾ കോർ കണ്ടക്ടർ എന്ന് പറയുന്നത് സെൻട്രലായിട്ട് ഒരു ഓയിൽ ഡക്റ്റ് ഉണ്ടാവും, അതിന് പുറത്താണ് നമുക്ക് എന്തുണ്ടാവുക, കണ്ടക്ടർ ഉണ്ടാവുക. റെഡി? ഇനി നമ്മുടെ ഓയിൽ ഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കണ്ടക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞ സമയത്ത് UG കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞ സമയത്ത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞത് കോറ് കഴിഞ്ഞിട്ട് പേപ്പർ ഇൻസുലേഷൻ, അത് കഴിഞ്ഞിട്ട് മെറ്റാലിക് ഷീത്ത്. റെഡി? അപ്പോൾ മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്നത് കോറ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസുലേഷൻ, അത് കഴിഞ്ഞിട്ട് മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ഇങ്ങനെയുള്ള ഓരോ മെറ്റലിൻ്റെ ഓരോ പാർട്ട് ഇങ്ങനെ വെച്ചതുണ്ടാവുക.
ഈ മെറ്റൽ ഷീറ്റിൻ്റെ അകത്ത്, ഈ മെറ്റൽ ഷീറ്റിൻ്റെ ഈ ഗ്യാപ്പിനിടയിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, ഇവിടെയാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ കോർ ഷീത്ത് ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണ് ഫില്ല് ചെയ്യുന്നത്? നമ്മുടെ ഷീത്തിലാണ്, മെറ്റാലിക് ഷീത്തിൽ അല്ലെങ്കിൽ ലെഡ് ഷീത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഷീത്തിൽ ഓയിൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സിംഗിൾ കോർ ഷീത്ത് ചാനൽ എന്ന് പറയുന്നത്. റെഡി? ഇനി 3 കോറിലേക്ക് വരുന്ന സമയത്ത് ഈ കണ്ടക്ടറിൻ്റെ ഫില്ലർ സ്പേസുകൾ, ഇപ്പോൾ 3 കോർ കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഇവിടെ 3 കോറിലെ കണ്ടക്ടർ 1, 2, 3 ഇങ്ങനെ 3 കോറിലെ കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനെ പുറത്തെ ഇൻസുലേഷൻ ലെയറിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ കുറേ സ്പേസുകൾ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഫില്ലർ ചെയ്യുക. ഇതിനെയാണ് ഫില്ലർ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഫില്ലർ സ്പേസിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവനെ പറയുന്ന പേരാണ് 3 കോർ ഫില്ലർ സ്പേസ് ചാനൽസ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ 3 ടൈപ്പാണ് നമ്മൾ ഓയിൽ ടൈപ്പ് പ്രഷർ കേബിൾ പറഞ്ഞത്. അത് സിംഗിൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ കോറിൽ കൂടെ നമ്മൾ ഓയിൽ ഡക്റ്റ് വരും, അതിൻ്റെ പുറത്താണ് നമ്മൾ കണ്ടക്ടർ ഉണ്ടാവുക. സിംഗിൾ കോർ ഷീത്ത് എന്ന് പറയുന്നത് മെറ്റാലിക് ഷീത്തിൻ്റെ ഏരിയയിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യും. 3 കോർ ഫിൽഡ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫില്ലർ സ്പേസിനകത്ത്, 3 കോറിനിടയിലുള്ള ഫില്ലർ സ്പേസിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? ഓയിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓയിൽ ടൈപ്പ് കേബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രഷർ ടൈപ്പ് കേബിളും കൂടിയുണ്ട്. പ്രഷർ ടൈപ്പ് കേബിളാണ്, ഗ്യാസ് ഫിൽഡ് പ്രഷർ ടൈപ്പ് കേബിൾ. അതെന്താണെന്ന് നോക്കാം. ഗ്യാസ് ഫിൽഡ് പ്രഷർ ടൈപ്പ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ ട്രയാങ്കുലർ ഷേപ്പിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലെഡ് ഷീത്തിൻ്റെ പോർഷൻ നമുക്കൊരു 75% കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ 3 കോർ ഇങ്ങനെ വെച്ചിട്ട്, ഇതാണ് 3 കോറ്, ഈ 3 കോർ ഇങ്ങനെ ഉണ്ടാവും. ഈ 3 കോറിന് സെപ്പറേറ്റ് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ വരയ്ക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഷീത്ത് പോർഷൻ വരയ്ക്കുകയാണ്. ഈ ഷീത്ത് പോർഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സർക്കുലർ ഫോമിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെ ട്രയാങ്കുലർ ഫോമിലാണ് നമ്മൾ എന്ത് ഫില്ല് ചെയ്യാം? ഈ ഷീത്തിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 75% തിക്നെസ്സേ വരുള്ളൂ. റെഡി? അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ വെക്കുന്നതുകൊണ്ട് വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, അതേപോലെ തന്നെ തെർമൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ലോ തെർമൽ റെസിസ്റ്റൻസും അതേപോലെ തന്നെ ലോ വെയിറ്റും ആയിരിക്കും ഉണ്ടാവുക. ഈ ലെഡ് ഷീത്താണ് ഇതിൻ്റെ ഒരു പ്രഷർ മെമ്പറിനായിട്ട് ആക്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ടൈറ്റ് സ്റ്റീൽ പൈപ്പിനകത്ത്, ഒരു സർക്കുലർ ആണ് ഇത്, ഈ സർക്കുലർ ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ പൈപ്പിനകത്ത് ഈ ട്രയാങ്കുലർ പോർഷനിൽ സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്ന നമ്മുടെ കേബിള് വയ്ക്കും. റെഡി? ഗ്യാസ് ടൈറ്റ് സ്റ്റീൽ പൈപ്പാണ്. ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് 12 to 15 atm പ്രഷറിലുള്ള ഡ്രൈ നൈട്രജൻ ഗ്യാസിനെ, 12 to 15 atm പ്രഷറിലുള്ള ഡ്രൈ നൈട്രജൻ ഗ്യാസിനെയാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് 12 മുതൽ 15 atm പ്രഷറിലുള്ള ഡ്രൈ നൈട്രജൻ ഗ്യാസിനെ ഈ സ്റ്റീൽ പൈപ്പിനകത്ത് ഫില്ല് ചെയ്യും. അതിനുള്ളിലാണ് നമ്മളുടെ ഈ ഒരു കേബിൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ഗ്യാസ് ഫിൽഡ് പ്രഷർ കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഈ ഗ്യാസ് ഫിൽഡിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ വരുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കേബിളിന് കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ്. സാധാരണ കേബിളിനേക്കാളും കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് ആർക്ക്? ഈ ഒരു ഗ്യാസ് ടൈപ്പ് പ്രഷർ കേബിളിന്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 ഫേസിൻ്റെ പ്രഷർ കേബിൾ വരുന്നത്. നോർമലി നമ്മൾ 3 ഫേസ് പ്രഷർ കേബിളുകൾ ഓരോ വോൾട്ടേജ് അനുസരിച്ചാണ് വരിക. ബെൽറ്റഡ് കേബിൾ, അതേപോലെ തന്നെ സ്ക്രീൻഡ് കേബിൾ, അതേപോലെ തന്നെ നമ്മൾ പ്രഷർ കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ 3 ഫേസ് കേബിളിനകത്ത് പറഞ്ഞത്. റെഡി? ഇനി നമുക്ക് കേബിളിൻ്റെ ലൈൻ മെത്തേഡ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് കേബിള് ലൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കേബിൾ വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൻ്റെ താഴത്തെ ഒരു ട്രെഞ്ച് കീറിങ്ങായിട്ടാണ് ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ ഒരു ട്രെഞ്ച് കീറിയിട്ട് ലൈൻ ചെയ്യുക, അതിനെയാണ് ഡയറക്റ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. ഇനി ഈ ഡയറക്റ്റ് ലൈൻ മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെഞ്ച് എടുക്കും. ഈ ട്രെഞ്ചിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ 75 mm സോയിൽ അല്ലെങ്കിൽ സാൻഡ് നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മളുടെ കേബിള് ഇതിനകത്ത് വെക്കും. ഇനി ഇതിൻ്റെ മേലെയും 75 mm തിക്നെസ്സിൽ ഇതേ സാൻഡ് തന്നെ നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ബ്രിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു ടൈല് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കും. ഇങ്ങനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളിനെ നോർമലി ലൈൻ ചെയ്യുന്നത്.
റെഡി. അപ്പോൾ ഇതിൻ്റെ ഈ സോയിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 75 ആണ്. ഇനി എത്രയാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡക്റ്റിൻ്റെ എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ട്രഞ്ചിൻ്റെ, ഡക്റ്റ് എന്നല്ല അതിന് പറയാം, ട്രഞ്ച് എന്നാണ് പറയുക. ഈ ട്രഞ്ചിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ എത്ര വോൾട്ടേജ് ഉള്ള കേബിളാണ് നമ്മൾ ഈ ട്രഞ്ചിനകത്ത് ലൈൻ ചെയ്യുന്നുള്ളത് എന്നതിനനുസരിച്ചാണ്. എത്ര വോൾട്ടേജ് ആണ് ഇതിനകത്ത് ലൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, 3.3 kV മുതൽ 11 kV വരെയാണെങ്കിൽ 3.3 kV മുതൽ 11 kV വരെയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഡെപ്ത് പറയാം കേട്ടോ. നമ്മൾ ഡെപ്ത് പറയാണ്. ഡെപ്ത് നമ്മുടെ ട്രെഞ്ചിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ട്രെഞ്ചിൻ്റെ ഡെപ്ത് 3.3 മുതൽ 11 kV വരെയാണെങ്കിൽ ഇത് 0.9 മീറ്റർ ഉള്ള ട്രെഞ്ചാണ് നമുക്ക് വേണ്ടത്. സപ്പോസ് ഹൈ വോൾട്ടേജ് കേബിൾ 22 kV മുതൽ 33 kV വരെയാണ് നമ്മളുടെ വോൾട്ടേജ് ലെവലെങ്കിൽ, 22 kV മുതൽ 33 kV വരെയാണ് നമ്മുടെ വോൾട്ടേജ് ലെവലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1.05 മീറ്ററിലുള്ള ട്രെഞ്ചാണ്. ഇനി നമ്മൾ ലോ അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജ് ലെവലിലേക്ക് വരുന്ന സമയത്ത് 0.75 മീറ്ററിലുള്ള ട്രെഞ്ചും, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണെങ്കിൽ ഇത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ആണ്, ലോ ആൻഡ് മീഡിയം വോൾട്ടേജ്. ഇനി റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. റോഡ് ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ ട്രെഞ്ചിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ട്രെഞ്ചിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇനി റെയിൽവേ ക്രോസ് ആണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഇനി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മളുടെ ട്രെഞ്ചിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പക്ഷെ അവിടെ നമ്മൾ ട്രെഞ്ചിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നമ്മുടെ റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും, അടിയിലൊരു കോൺക്രീറ്റിൻ്റെ സ്ലീപ്പർ ഉണ്ടാവും. സ്ലീപ്പറിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് വരുന്നത്, 2 കാസ്റ്റ് അയണിൻ്റെ ട്രാക്ക് വരുന്നത്. അവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ സ്ലീപ്പറിൻ്റെ ബോട്ടം പോർഷൻ. നമ്മൾ ബാക്കിയുള്ള കേസിലൊക്കെ എർത്തിൻ്റെ സർഫസിലെ മേലത്തെ ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ആ റെയിൽവേ ക്രോസിൽ വെച്ചിരിക്കുന്ന സ്ലീപ്പറിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ. ഇതാണ് റെയിൽവേ സ്ലീപ്പറിനെങ്കിൽ ആ സ്ലീപ്പറിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ നിന്നാണ് എത്ര വേണ്ടത്, 1 മീറ്റർ വേണ്ടത്. ഇതാണ് ഡെപ്ത്. റെഡി. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. മിനിമം വിഡ്ത്ത്, ഡെപ്ത് അല്ല വിഡ്ത്ത്. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കേബിൾ അല്ല 1 കൂടുതൽ കേബിൾ ലൈൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡക്റ്റിനകത്ത് യൂസ് ചെയ്യേണ്ട കേബിളിലെ ഒന്നാമത്തെ കേബിളിനും രണ്ടാമത്തെ കേബിളിനും ഇടയിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇതിനിടയിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പും ഈ കേബിളിന് ഈ ട്രെഞ്ചിൻ്റെ വാളിലേക്ക് 15 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പുമാണ് ഉണ്ടാവേണ്ടത്. റെഡി. 15 സെൻറ്റിമീറ്ററിലുള്ള ഗ്യാപ്പുമാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് നമ്മളുടെ UG കേബിളിൻ്റെ ലൈനിലുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഡയമെൻഷൻസ് ഓർത്തിരിക്കണം. ഇനി നോർമലി നമ്മൾ UG കേബിൾ ലൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 3 മീറ്ററിൻ്റെ കേബിൾ എക്സ്ട്രാ ലൈൻ ചെയ്ത് വെക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ എക്സ്ട്രാ ലൈൻ ചെയ്ത് വെക്കും. അതേപോലെ തന്നെ നമ്മളുടെ കേബിൾ എന്ന് പറയുന്നത് വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ അടുത്ത് നിന്ന് വേറെ ലൈനിൻ്റെ ഇതിൽ നിന്നൊക്കെ 0.4 മീറ്റർ, വാട്ടർ ലൈൻ അല്ലെങ്കിൽ പവർ ലൈനിന് 0.4 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം ഈ ഒരു ട്രെഞ്ച് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള ഈ വാല്യൂ. നമുക്ക് ഈ ട്രെഞ്ചിൻ്റെ ഡയമെൻഷൻസ് ഒക്കെയാണ്, ഇത് ഞാനൊരു എക്സ്ട്രാ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതേപോലെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ വേറെ ഉണ്ട്. നമ്മുടെ ടൈലിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ആണ് ടൈലിൻ്റെ ഡയമെൻഷൻ. റെഡി. അപ്പോൾ ഇത്രയാണ് അണ്ടർലൈൻ കേബിളിൻ്റെ ലൈൻ മെത്തേഡിലുള്ള ഡയമെൻഷൻസ്. ഇനി ഡയറക്റ്റ് ഗ്രൗണ്ടിൽ ലൈൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ നമുക്ക് അണ്ടർലൈൻ കേബിളുകൾ നമുക്ക് വേറെയും മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. ഒരു ഡക്റ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ ഈ ട്രെഞ്ച് എല്ലായിടത്തും കീറാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ചില സ്ഥലത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കുഴിയെടുത്തുങ്ങായിട്ട് കേബിൾ വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ് ഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയും. അതായത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ടെലികോം ലൈനുകളൊക്കെ പോകുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു പൈപ്പിനകത്ത് കൂടെ അണ്ടർലൈൻ കേബിളിനെ കൊണ്ടുപോകുന്നതിനാണെങ്കിൽ ഒരു ഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡക്റ്റിനുള്ളിൽ കൂടെ കേബിളിനെ ലൈൻ ചെയ്യുന്നതിനെയാണ് കേബിൾ ലൈൻ ത്രൂ ഇൻ എ ഡക്റ്റ് എന്ന് പറയുക. അങ്ങനെ ഡക്റ്റ് വെച്ചിങ്ങായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡക്റ്റിനുള്ള മെറ്റീരിയലിൻ്റെ കോസ്റ്റും കൂടെ നമ്മൾ കാണുമ്പോൾ അതൊരു ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. പക്ഷേ ഇത് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ഇത് ചെയ്തേ പറ്റൂ. കാരണം ട്രെഞ്ച് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെയ്യുമ്പോൾ. ഇനി അണ്ടർഗ്രൗണ്ടിൽ കൂടെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേലെ സീലിങ്ങിൻ്റെ മുകളിൽ ഒരു റാക്ക് ഉണ്ടാക്കിയിട്ട്, അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്ത് വർക്ക്ഷോപ്പുകളിലും അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും.
മേലെ ഒരു റാക്ക് ഉണ്ടാക്കിയിട്ട് ആ റാക്കിൽ കൂടെ സീലിങ്ങിനകത്ത് റാക്കിൽ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ റാക്കിൽ കൂടെ അണ്ടർലൈൻ കേബിളുകൾ ലൈൻ ചെയ്ത് കൊണ്ടുപോകും. അതിനെയാണ് നമ്മൾ ലേയിങ് ഓൺ റാക്ക് എന്ന് പറയുന്നത്. എയറിൽ നമ്മൾ സീലിങ്ങിൻ്റെ മുകളിൽ റാക്ക് അടിച്ചിട്ട് റാക്കിൽ കൂടെ അണ്ടർലൈൻ കേബിളിനെ നമുക്ക് ലൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനുള്ളിൽ കൂടെ, ബിൽഡിങ്ങിൻ്റെ പില്ലറിനുള്ളിൽ കൂടെ, ഇൻ ബിറ്റ്വീൻ സ്ട്രക്ചറിനുള്ളിൽ കൂടെ പുറത്ത് കാണാൻ പറ്റാത്ത, നമ്മളെ വീട്ടിലൊക്കെ ഹൗസ് വയറിംഗ് നമ്മൾ ചുമരിനുള്ളിൽ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ബിൽഡിംഗ് സ്ട്രക്ചറിനുള്ളിൽ കൂടി നമുക്ക് കേബിളിനെ ലൈൻ ചെയ്യാൻ പറ്റും. അതൊക്കെ മറ്റ് മെത്തേഡുകളാണ്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും ഡയറക്റ്റ് ഗ്രൗണ്ടിൽ വീഴുന്ന ഈ ഡയമെൻഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റെഡി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് കേബിൾ അറിയണം. ഒരു കാര്യം കൂടെ നമുക്ക് കേബിൾ അറിയേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളിൻ്റെ ഫാൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ. ഫാൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഫാൾട്ടാണ് ഒരു കേബിളിനകത്ത് ഉണ്ടാവുക. ഒന്ന് എർത്ത് ഫാൾട്ടും അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടും. ഒന്നാമത്തെ ഫാൾട്ട് എന്ന് പറയുന്നത് എർത്ത് ഫാൾട്ടാണ്. രണ്ടാമത്തെ ഫാൾട്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടാണ്. എർത്ത് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിളിൻ്റെ കോറ് ഡയറക്റ്റ് ആയിട്ട് എർത്തിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടുണ്ടാവുന്ന ഫാൾട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഫാൾട്ട് അല്ലെങ്കിൽ എർത്ത് ഫാൾട്ട് എന്ന് പറയാം. എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട്. ഇനി ഒരു കേബിളിൻ്റെ 2 കോറുകൾക്കിടയിൽ ഷോർട്ടായിട്ടുണ്ടാവുന്ന ഫാൾട്ടാണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് എന്ന് പറയാം. അപ്പോൾ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത് എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട്, അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട്. എർത്ത് ഫാൾട്ട് ആൻഡ് ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറയുന്നത് ഒരു കേബിളിൻ്റെ കോറ് എർത്തുമായിട്ട് ഫാൾട്ട് ആവുന്നതിനെയാണ് നമുക്ക് എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറയാം. 2 കേബിളിൻ്റെ 2 കോറുകൾക്കിടയിലുള്ള ഫാൾട്ടാണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് എന്നും പറയുന്നത്. ക്ലിയർ. ഇനി ഈ ഫാൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയും. ലൂപ്പ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ലൂപ്പ് ടെസ്റ്റ് വഴിയാണ്. ലൂപ്പ് ടെസ്റ്റ് വഴി എങ്ങനെയാണ് ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. മുറേ ലൂപ്പ് ടെസ്റ്റും അതേപോലെ തന്നെ വാർലി ലൂപ്പ് ടെസ്റ്റും. മുറേ ലൂപ്പ് ടെസ്റ്റും അതേപോലെ തന്നെ വാർലി ലൂപ്പ് ടെസ്റ്റും. മുറേ ലൂപ്പ് ടെസ്റ്റ് ആൻഡ് വാർലി ലൂപ്പ് ടെസ്റ്റ്. ഇങ്ങനെ 2 ലൂപ്പ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ കേബിളിൻ്റെ ഫാൾട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമുക്കൊരു കേബിൾ പോകുന്നുണ്ട്. ഈ കേബിൾ പോകുന്നതിൻ്റെ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കേബിൾ എക്സ്ട്രാ കേബിൾ ഇതേപോലെ എക്സ്ട്രാ കേബിൾ ഇടും. എന്നിട്ട് ഒരെൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. ഇനി ഇവിടെ ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു സാധനം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വരച്ചത്. എക്സ്ട്രാ ആയി ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മുടെ സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു കേബിൾ ഇവിടെ എടുക്കും. സപ്പോസ് ഇവിടെയാണ് ഫാൾട്ട് എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു എർത്ത് ഫാൾട്ട് ഉണ്ട്. ഈ ഒരു പോർഷനെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കും. R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കും. ഇതേപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനെ നമുക്ക് ഫാൾട്ട് വരുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ X എന്ന് എടുക്കും. ഇനി ഇവിടെ നമ്മളൊരു എക്സ്ട്രാ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇവിടെ P എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെയും ഒരു Q എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെയും കണക്ട് ചെയ്തിട്ട് ഈ 2 പോയിന്റുകൾക്കിടയിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താൽ ഇതൊരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സെറ്റപ്പായി. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സെറ്റപ്പായി. ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ് ആവുന്ന സിറ്റുവേഷനിൽ ഈ P/Q = X/, ഇത് R ആണെങ്കിൽ നമുക്ക് X/R = Q/P എന്ന് എഴുതാം. X/R = Q/P എന്ന് എഴുതാം. Pയും Qയും Rഉം ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ നമ്മൾ ലെങ്ത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് ഫാൾട്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ എക്സ്ട്രാ വെക്കുന്ന കേബിളിനെ പറയുന്ന പേരാണ് സൗണ്ട് കേബിൾ. ഈ സൗണ്ട് കേബിൾ യൂസ് ചെയ്തിട്ട് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് മെത്തേഡ് വഴിയാണ് ഈ ലൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നതും 2 ലൂപ്പ് ടെസ്റ്റുകളായ മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും ചെയ്യുന്നത്. ഈ ടെസ്റ്റിൻ്റെ പേരും കാര്യങ്ങളും മാത്രം നിങ്ങളിപ്പോൾ തൽക്കാലം പഠിച്ചു വയ്ക്കുക. മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും വാർലി ലൂപ്പ് ടെസ്റ്റിനകത്ത് നമ്മളൊരു എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ട് 2 പൊസിഷനിൽ ഇവിടെ നമ്മൾ ഈ പൊസിഷനിലെടുത്ത് നമ്മളൊരു എക്സ്ട്രാ സ്വിച്ച് വെക്കും. എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ട് 2 പൊസിഷനിലുള്ള ബാലൻസ് സിറ്റുവേഷൻ എടുത്തിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് എടുക്കുന്നത്. അതായത് അവിടെ സിമ്പിളി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം യൂണിറ്റ് ലെങ്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ടോട്ടൽ ലൂപ്പ് റെസിസ്റ്റൻസ് എടുക്കുക എന്നാണ് അതിന് പറയാം. ടോട്ടൽ ലൂപ്പ് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ വാർലി ലൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും ചെയ്യുന്നത് ഇവിടെ ടോട്ടൽ ലൂപ്പ് റെസിസ്റ്റൻസ് ആണ് വാർലി ലൂപ്പ് ടെസ്റ്റിൽ എടുക്കുന്നത്. ഇപ്പോൾ 2 ടെസ്റ്റ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും. ലൂപ്പ് ടെസ്റ്റ് ബേസ് ചെയ്യുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൂപ്പ് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. റെഡി. ഇനി
ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ യു ജി കേബിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് കേബിളിൻ്റെ ജോയിൻറ്റ് നിങ്ങൾ കേബിളിൻ്റെ ജോയിൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. പ്രാക്ടിക്കലി നിങ്ങൾ കേബിൾ ജോയിൻറ്റ് ചെയ്യുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. കേബിൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എവിടെയാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഇൻസുലേഷൻസിനെ മെഷർമെൻ്റ് എടുത്ത് റിമൂവ് ചെയ്യണം. അതേപോലെ ഇൻസുലേഷൻ മെഷർമെൻ്റ് എടുക്കണം, അത് റിമൂവ് ചെയ്യണം. അവിടുന്ന് ഇൻസുലേഷനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ടേപ്പും സ്ലീവും വെച്ച് ഫിക്സ് ചെയ്യണം. അതിന് ഡ്രസ്സിങ് ചെയ്യണം, അതിന് സെപ്പറേറ്റേഴ്സ് വെക്കണം. പിന്നെ അവിടെ കാസ്റ്റ് ചെയ്യേണ്ട പിക്ചേഴ്സും സാധനങ്ങളെല്ലാം പ്രൊട്ടക്റ്റീവ് എലമെൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ജോയിൻ്റ് എലമെൻറ്റ് വെച്ചിങ്ങായിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യണം. റെഡി? ജോയിൻ്റ് എലമെൻറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അവിടെ നമ്മൾ ഒന്നെങ്കിൽ അയണിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് അതിൻ്റെ റെസിൻ കിറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ജോയിൻറ്റ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ അങ്ങനെയാണ് ജോയിനിങ് മെത്തേഡ്. അപ്പോൾ നമുക്ക് നോർമലി 3 ജോയിൻ്റ് ആണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടക്ടറിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ജോയിൻറ്റ് എന്ന് പറയുക. ഇങ്ങനെ ടി ഷേപ്പിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടി ജോയിൻറ്റ് എന്ന് പറയുക. ഇനി ട്രൈ ഫെർക്കേറ്റിംഗ് ജോയിൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ചില ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടാകുമ്പോൾ ഒരു കേബിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് 3 എണ്ണം 1 2 3 ഇങ്ങനെ 3 എണ്ണം നിങ്ങളിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് ട്രൈ ഫെർക്കേറ്റിംഗ് എൻഡ് കണക്ഷൻസ് എന്ന് പറയും. ഇതൊരു കേബിൾ ജോയിനിങ് മെത്തേഡാണ്. റെഡി? ഇങ്ങനെ 3 മെത്തേഡിലാണ് നമ്മൾ കേബിൾ ജോയിൻ ചെയ്യുക. അത് ഓർത്തിരിക്കുക. ഇനി ഈ കേബിൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാധനം ഇതിനകത്ത് ഈ ഒരു റെസിന് കാസ്റ്റ് അയണിൻ്റെ അല്ലെങ്കിൽ റെസിന് ഇതിനകത്ത് റെസിന് ഇതിനകത്ത് ഹോട്ട് സബ്സ്റ്റൻസ് വെച്ചങ്ങായിട്ട് ചെയ്ത് ചൂടാക്കിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഫില്ലിംഗ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഫില്ലിംഗ് കോമ്പൗണ്ട് ആണ് നമ്മളുടെ കാസ്റ്റ് റെസിൻ എന്ന് പറയുന്നത്. അത് കാസ്റ്റ് റെസിൻ ഫില്ലിംഗ് മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹോട്ട് പവറിംഗ് മെത്തേഡും രണ്ടാമത്തത് കോൾഡ് പവറിംഗ് മെത്തേഡും. ഹോട്ട് പവറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ്, നോർമലി ഇത് ബിറ്റുമിനസ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഹോട്ട് സബ്സ്റ്റൻസ് ചെയ്യുന്നത്. ബിറ്റുമിനസ് കോമ്പൗണ്ട്, ഈ ബിറ്റുമിനസ് കോമ്പൗണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ 180 ഡിഗ്രി മുതൽ 190 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്തിട്ട് ആ സബ്സ്റ്റൻസിനെ ഇതിനെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹോട്ട് പവറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കോൾഡ് പവറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംപ്ലി ചൂടാക്കുകയൊന്നും വേണ്ട. ഇത് 2 മെറ്റീരിയലാണ്. ഒന്ന് റെസിൻ്റെ ഒരു ബേസും ഒരു റെസിൻ ജോയിൻ ചെയ്യാനുള്ള റെസിൻ്റെ ബേസും അതേപോലെ തന്നെ പോളി അമിനോ എന്ന് പറയുന്ന ഒരു ഹാർഡനറും. പോളി അമിനോ ഹാർഡനർ ഈ 2 മെറ്റീരിയലിനെ നമ്മൾ ആ സമയത്ത് ആസ് പെർ മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻ നമ്മളത് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ജോയിനിൽ യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ കോൾഡ് പവറിംഗ് എന്ന് പറയും. 2 ജോയിനിലുള്ള 2 പവറിംഗ് മെത്തേഡാണ് ഹോട്ട് പവറിംഗ് മെത്തേഡും കോൾഡ് പവറിംഗ് മെത്തേഡും. ഹോട്ട് പവറിംഗ് മെത്തേഡിൽ ബിറ്റുമിനസ് കോമ്പൗണ്ട് നമ്മൾ 180 ഡിഗ്രി മുതൽ 190 ഡിഗ്രി വരെ ഹോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക. ബട്ട് കോൾഡ് പവറിംഗ് മെത്തേഡിലാവുന്ന സമയത്ത് റെസിൻ ബേസും പോളി അമിനോ ഹാർഡനറും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഓൺ സൈറ്റിൽ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് യു ജി കേബിളിനെ പറ്റി പറയാനുള്ളത്. യു ജി കേബിളിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇതിലെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഒറ്റ ഇതേ പറഞ്ഞിട്ടുള്ളൂ, കണ്ടക്ടേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്രയും സാധനത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് കേബിളായി ബന്ധപ്പെട്ട് അറിയണം. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, താങ്ക് യു.